എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് 2025 ഒരു 4 അടിപൊളി PR പാത്വേസിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾറെഡി PR നമ്മളെ കുറിച്ച് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഏത് പാത്വേയിൽ വരും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ തന്നെ ഈ ഒരു 4 അടിപൊളിയായിട്ടുള്ള PR പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒട്ടും തന്നെ സമയം കഴിഞ്ഞ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിലവിലെ ഒരു ലേബർ ഷോർട്ടേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ സ്കിൽഡ് വർക്കേഴ്സിന് ആവശ്യമുണ്ട്. പിന്നെ ചില പർട്ടിക്കുലർ റീജിയൻസിലേക്ക് അവിടെ ഇൻ ഡിമാൻഡിലുള്ള ജോബ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ആവശ്യമുണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു 4 PR പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്. ഇപ്പൊ നിങ്ങൾ പുറത്തുള്ള ഒരാളാണ്, ഇവിടെ ഉള്ള ആളാണെങ്കിൽ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഒക്കെ നിങ്ങളുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഒന്നാമത്തെ പൈലറ്റ് പ്രോഗ്രാമിന്റെ പേരാണ് എൻഹാൻസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനറേഷൻ കാനഡയിൽ ഇപ്പോഴത്തെ പോപ്പുലേഷൻ കുറച്ച് ഏജ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഏജ് ആയ ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കെയർ ഹോം, ഇപ്പൊ വീട്ടിലേക്ക് കെയർ ഗീവേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് പേഴ്സണൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പൊ സ്റ്റുഡന്റ് വിസയിലൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ കെയർ ഹോം എന്ന് പറയുന്നത്. പേഴ്സണൽ കെയർ അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു ജോലിയൊക്കെ കിട്ടുവാണെങ്കിലും നമ്മളിപ്പോ കെയർ ഹോമിലൊക്കെ പോയിട്ട് ചില ആൾക്കാർക്ക് ഫുഡ് ഫീഡ് ചെയ്യണം, നമ്മൾ കുളിപ്പിക്കേണ്ടി വരും, ഡ്രസ്സ് മാറ്റേണ്ടി വരും. ഇത് ചിലതാണെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് കൂട്ടിരുന്നാൽ മതി, ബാക്കിയുള്ള ജോലികളൊന്നും തന്നെ ചെയ്യേണ്ട. അങ്ങനെയുള്ള പല സെക്ഷൻസ് ഉണ്ട് ഈ ഒരു കെയർ ഗീവറിന്റെ അണ്ടർ. എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എൻഹാൻസ്ഡ് കരിയർ പൈലറ്റ് പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് ഡിമാൻഡിങ് ആയിട്ടുള്ള ഫീൽഡാണ് ഈ ഒരു പേഴ്സണൽ കെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്നത് ഈ ഒരു പൈലറ്റ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ നിങ്ങൾ വരികയാണെങ്കിലും നിങ്ങൾക്ക് ഇതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് PR തരും എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്നുള്ളത് നോക്കാം. ഇതിന്റെ അകത്ത് ഇവർ പറയുന്നത് ലാംഗ്വേജിന്റെ കേസ് എന്ന് പറഞ്ഞാൽ മിനിമം CLB4 എന്നാണ് പറയുന്നത്. നമ്മൾ IELTS ഒക്കെ എഴുതുമ്പോഴത്തേന് CLB4 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സ്കോർ ആണ്. അപ്പൊ അതാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് ഈ കനേഡിയൻ ഇക്വലൻസിയിൽ ഹൈസ്കൂൾ ഡിപ്ലോമ ആ ഒരു റേഞ്ചിൽ വേണ്ടി വരും. പിന്നെ മൂന്നാമതായിട്ട് ഇവർ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നമുക്ക് ഈ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ പേഴ്സണൽ കെയർ ഗീവർ ഉള്ള ഒരു ഫീൽഡിലും ഇങ്ങനെ പരിചയം ചെയ്ത് കാര്യങ്ങളൊക്കെ പരിചയം ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു എക്സ്പീരിയൻസ്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫുൾ ടൈം ജോബ് ഓഫർ വേണം, സീസണിലല്ല ഫുൾ ടൈം ആയിട്ടുള്ള ജോബ് ഓഫർ ആണ് വേണ്ടത്. അപ്പം ഈ ഒരു പൈലറ്റ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ നമുക്ക് ഫുൾ ടൈം ജോബ് ഓഫർ ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് നമ്മൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് PR അപ്രൂവൽ തരും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പൈലറ്റ് പ്രോഗ്രാം ആണ് റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് റൂറൽ ഏരിയാസിൽ കമ്മ്യൂണിറ്റീസിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലേബർ ഷോർട്ടേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അവർ ചില പർട്ടിക്കുലർ റീജിയൻസിൽ ചില പർട്ടിക്കുലർ സ്കിൽസ് ആവശ്യമുണ്ട് അവർക്ക്. അപ്പൊ ആ സ്കിൽസിൽ അപ്രോപ്രിയേറ്റ് ഉള്ള ആൾക്കാരെ ഇവർ പുറത്തുനിന്ന് ഹയർ ചെയ്യും. നിങ്ങൾക്ക് ആ സ്കില്ലുണ്ടെങ്കിൽ ഈ ഒരു പൈലറ്റ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് PR കിട്ടാൻ ഉള്ള ചാൻസസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് പറയുന്നത് പറഞ്ഞാൽ നേരത്തെ മെൻഷൻ ചെയ്ത മാതിരി ആ ഒരു റീജിയനിൽ എന്ത് സ്കില്ലാണോ വേണ്ടത് ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ താമസിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ PR കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം വഴി നിങ്ങൾക്ക് PR കിട്ടിയെന്ന് വിചാരിക്കോ. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് വേറെ നല്ലൊരു ജോബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിങ്ങൾ ആ ഒരു റീജിയനിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യണം കുറച്ച് നാളത്തേക്ക്. ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് നിങ്ങൾ അവിടെ നിൽക്കണം. അപ്പൊ ആ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ. ഇനി അടുത്ത മൂന്നാമത്തെ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിറ്റോബ വെസ്റ്റ് സെൻട്രൽ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ആണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ മാനിറ്റോബയുടെ വെസ്റ്റ് സെൻട്രൽ റീജിയനിൽ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി കമ്മ്യൂണിറ്റീസിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നവംബർ 14, 2024 ലോഞ്ച് ചെയ്തതാണ്. ഇത് ആ ഒരു പർട്ടിക്കുലർ റീജിയനിലേക്ക് മാത്രമായിരിക്കും ആൾക്കാരെ ഹയർ ചെയ്യുക. കാരണം ഈ ഒരു പ്രോഗ്രാമിലും വേറെ ഒരു സ്ഥലവും കൺസിഡർ ചെയ്തില്ല. ആ ഒരു റീജിയൻ ഗ്രോ ചെയ്യിപ്പിക്കുക, നേരത്തെ പറഞ്ഞ മാതിരി അവിടുത്തെ ലേബർ ഷോർട്ടേജ് ഫുൾഫിൽ ചെയ്യുക, അവിടത്തേക്ക് വേണ്ട സ്കിൽ. അതായത് ഇതിനകത്ത് ഇവരൊരു കണക്ക് പറയുന്നുണ്ട്. 240 മുതൽ 300 ആൾക്കാരെയാണ് ഒരു വർഷത്തേക്ക് ഇവർ ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ ഹയർ ചെയ്യുന്നത്. അത് എല്ലാവരെയും ഹയർ ചെയ്യില്ല. ആ ഒരു റീജിയനിൽ എന്തൊക്കെയാണോ വേണ്ടത് കണ്ടീഷൻസ് ക്രൈറ്റീരിയാസ് അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻവിറ്റേഷൻസ് കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. രണ്ടാമത്തെ പൈലറ്റ് പ്രോഗ്രാം ആണ് ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്.
പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫ്രാങ്ക്ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുമായിട്ട് റിലേറ്റഡ് ആണ്. ക്യൂബക്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഫ്രഞ്ച് ആണ്. അപ്പൊ ക്യൂബക്കിന്റെ ഔട്ട്സ്കേർട്സിലും ഈ ഒരു ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പൈലറ്റ് പ്രോഗ്രാം ആണ് ഇത്. ഇതിനെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കണ്ടീഷന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ച് സ്പീക്കിംഗ് തന്നെയായിരിക്കും. ഫ്രഞ്ച് സ്പീക്ക് ചെയ്യാൻ വേണ്ടി നല്ലൊരു പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ഇതിനുള്ള എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഫ്രഞ്ച് നമ്മൾ IELTS ഒക്കെ എടുക്കുമല്ലോ ഇംഗ്ലീഷിനും, അതുപോലെ ഫ്രഞ്ച് ഉണ്ട്. അതിന് പർട്ടിക്കുലർ ലെവൽ അവർ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്സ്കേർട്സ്, അതായത് ക്യൂബക്കിന്റെ ഔട്ട്സ്കേർട്സിൽ ഉള്ള കമ്മ്യൂണിറ്റീസിൽ നിങ്ങൾക്ക് ജോലി ചെയ്ത് അവിടെ താമസിക്കാൻ ഉള്ള ഒരു ഇത് വരുമ്പോഴത്തേന് PR തരും എന്നാണ് അവർ പറയുന്നത്. PR പാത്വേസ് എന്ന് പറയുന്നത് കാരണം ഇത് ഭയങ്കര ഒരു ഹോപ്പിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ്. കാരണം ഒരുപാട് PRന് നമ്പർ കുറച്ച സ്ഥിതിക്കും ഈ ഒരു പാത്വേസിലൂടെ കുറച്ച് ആൾക്കാർക്ക് PR എൻട്രി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വലിയൊരു ഗുഡ് ന്യൂസിനിടയ്ക്കും ഇവർ പറയുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ചലഞ്ച് ആയിട്ട് പറയുന്നതല്ല, നേരത്തെ ഒരു 15,000 ആയിരിക്കാം ഇത് ഈ ഒരു മൊത്തത്തിലുള്ളതിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നു എങ്കിൽ ഇപ്പൊ അത് ഒരു 11,000ലേക്ക് റെഡ്യൂസ് ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. അതായത് മൊത്തത്തിൽ ഇങ്ങനെ പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും മൊത്തത്തിലുള്ള നമ്പറിൽ റിഡക്ഷൻ വരും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഇപ്പം ഒരുപാട് ഫ്രോഡ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു പൈലറ്റ് പ്രോഗ്രാംസിന്റെ ഒക്കെ അണ്ടറിലെ എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യം വരും. അപ്പൊ ചിലപ്പോൾ ഈ 3 മാസം 4 മാസമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ ചിലപ്പം ഈ ഗ്യാപ്പ് കാണും, പക്ഷെ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ ഫേക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യും. അപ്പൊ ഇവർ പറയുന്നത് IRCC ഭയങ്കരമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യും. കാരണം ഡോക്യുമെന്റേഷൻ ഇവർ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. 2024 മുതൽ ഇപ്പൊ സ്റ്റുഡന്റ് വിസ ആയിക്കോട്ടെ, വർക്ക് വിസ ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, ബാക്കി ഏത് വിസയുടെ അണ്ടറിൽ ഈ എക്സാമ്പിൾ നിങ്ങൾ വിസിറ്റർ വിസയിൽ വരുന്ന ആളാണെങ്കിൽ കൂടി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് 2024 മുതൽ. ഇവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന് അണ്ടറിലൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വെക്കാം, ഫ്രോഡ് വെക്കരുത് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെയുള്ള അത് മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.